ഹായ് എവ്രി വൺ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു ഐഷാസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള റെസിപ്പി എന്ന് പറയുന്നത് ഒരു സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു റെസിപ്പിയും കൂടി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് തേങ്ങ അരച്ചൊരു മുട്ടക്കറിൻ്റെ റെസിപ്പിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. പക്ഷേ മുട്ട പുഴുങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഒരു സ്റ്റെപ്പും കൂടി സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒരു കുറച്ച് തേങ്ങ ഉണ്ടെങ്കിൽ തന്നെ സിമ്പിളായിട്ട് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അതേപോലെ തന്നെ ഉള്ളിയും തക്കാളിയും വഴറ്റുന്ന പരിപാടി അങ്ങനത്തെ ഒരു പരിപാടിയും ഇല്ല. ജസ്റ്റ് ആ ഒരു തേങ്ങ അരച്ചുണ്ടാക്കുന്ന ആ ഒരു പരിപാടി മാത്രമേ ഉള്ളൂ മെയിനായിട്ട് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഇപ്പോൾ ചപ്പാത്തിക്ക് പത്തിരിക്കൊക്കെ ഒരു കറി വേണമെന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നോക്കിയാലോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ കറി ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. നല്ല സിമ്പിളാണ് കേട്ടോ. നിങ്ങൾ ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയാൽ പിന്നെ ഇതേ രീതിയിൽ തന്നെ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു ഓരോ വെർഷനും കൂടി ഞാൻ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ മുകളിൽ ഐക്കാർഡിൽ ഇടാം. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ജസ്റ്റ് അതിൻ്റെ വേറൊരു ടൈപ്പാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങയാണ് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഒരു തേങ്ങൻ്റെ പകുതി, അരമുറി തേങ്ങ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ കപ്പ് മെഷർമെൻറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു 3 ടീസ്പൂണ് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂണിൻ്റെ അടുത്ത് 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണ് ജീരകപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു 2 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഉപ്പാണ്. അപ്പോൾ ഉപ്പ് നിങ്ങൾ ആവശ്യത്തിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കറിയിൽ വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊന്ന് നല്ലോണം ആദ്യം ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇത് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു 1/2 കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. കാരണം ആദ്യം തന്നെ കുറേ വെള്ളം ഒഴിച്ചു കൊടുത്താലുണ്ടല്ലോ ആ പെട്ടെന്ന് അരിഞ്ഞ് കിട്ടില്ല തേങ്ങ. അതേപോലെ തന്നെ വലിയ മിക്സിൻ്റെ ജാർ എടുക്കരുത്, ചെറുതിൽ തന്നെ ചെയ്യുക. കാരണം തേങ്ങ നല്ല പോലെ അരിഞ്ഞ് കിട്ടിയാൽ മാത്രമേ ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതൊന്നും മൂടിയ ശേഷം നമുക്കൊന്ന് നല്ലോണം ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അതിനുശേഷം വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇത് ജസ്റ്റ് ഗ്രൈൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടില്ല, ഇപ്പം നല്ല പേസ്റ്റ് ആയിട്ടൊന്നും അല്ല കിട്ടിയിട്ടുള്ളത്. കുറച്ചും കൂടി ഒരു തിക്നെസ് ഉണ്ട്. അപ്പോൾ ഇത് നോക്കിയാൽ മനസ്സിലാവും കുറച്ചുകൂടി ഒരു തിക്നെസ്സിലാണ് ഇതുള്ളത്. ഇനി ഇത് പിന്നെയും ഒന്ന് നല്ലോണം അരിഞ്ഞ് കിട്ടണം. ഞങ്ങളിപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇതേപോലത്തെ മുട്ടക്കറി മീൻകറിയൊക്കെ ഈ ഒരു ടൈപ്പിലാണ് ഉണ്ടാക്കുക. പക്ഷേ മിക്സീൻ്റെ ഗ്രൈൻഡറിലല്ല ഗ്രൈൻഡ് ചെയ്ത് എടുക്കൽ. അപ്പോൾ കറണ്ടിൻ്റെ ഗ്രൈൻഡർ ഉണ്ടാവും, നിങ്ങൾ എൻ്റെ വ്ളോഗിൽ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. അതിൽ വെച്ചിട്ടാണ് ഇത് അരച്ചെടുക്കൽ. അപ്പോൾ നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് കിട്ടും. കുറച്ച് എക്സ്ട്രാ ടേസ്റ്റും കൂടിയാണ് അതിന്. കറണ്ടിലുള്ളതാണ്. ആട്ടുകല്ലിൻ്റെ തന്നെ അതിൻ്റെ വേറൊരു ടൈപ്പിൽ കിട്ടും. അപ്പോൾ ഇതും കൂടി നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഗ്രൈൻഡ് ചെയ്തെടുക്കാം, നല്ല സ്മൂത്ത് പേസ്റ്റായി കിട്ടുന്നത് വരെ. അപ്പോൾ ഞാൻ ഇത് ഒന്നും കൂടി ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടോ നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി ഇതിലേക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇനി നെക്സ്റ്റ് പരിപാടി എന്താണെന്നുള്ളത് നോക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നുള്ളത് നോക്കാം. അതിന് വേണ്ടി ഞാൻ അവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മൺചട്ടിയോ അല്ലെങ്കിൽ ഏത് പാത്രം വേണമെങ്കിലും വെക്കാം. ഞാനിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ മിക്സ്ചർ ആദ്യം ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഞാൻ എന്താ ചെയ്യുന്ന അറിയോ, ഈ ഓൾറെഡി ഉള്ള ഈ പാത്രമില്ലേ, നമ്മൾ മിക്സിൻ്റെ ജാറില്ലേ, ഇതിലേക്ക് ഞാൻ ഇപ്പോൾ 1 കപ്പ് വെള്ളം എടുത്തിരുന്നല്ലോ, അതിൻ്റെ ബാക്കി ഒഴിച്ചിട്ട് അരച്ചെടുക്കുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഇതിലുള്ള ഈ പറ്റി പിടിച്ചിട്ടുള്ള ഈ മിക്സ്ചറൊക്കെ നമുക്ക് കിട്ടും. അതിങ്ങനെ കൈയിട്ടിട്ട് കുറച്ച് കഷ്ടപ്പെട്ട് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിലാക്കി കൊടുത്തിട്ട് ഞാൻ ഇതും കൂടി ഒന്ന് ജസ്റ്റ് ഗ്രൈൻഡ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ലേ, ഇപ്പോൾ ആ മിക്സിയിൽ പറ്റി പിടിച്ചിട്ടുള്ള ഇതൊക്കെ ഇതിലേക്ക് വന്നു. ഇനി എക്സ്ട്രാ വെള്ളം വേണ്ടി വരും. നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് ഒരു 1/4 കപ്പിൻ്റെ അടുത്ത്, പിന്നെ ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ആ വെള്ളം ഒഴിച്ച ശേഷം ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്
ഒരു 4-1 ഉള്ളിയാണ് കേട്ടോ. ഈ 4-1 ഉള്ളി എന്ന് പറയുമ്പോൾ ഒരു ചെറിയ ഉള്ളീൻ്റെ 4-1. ഇനിയിപ്പോൾ ഉള്ളി കൂടുതലുണ്ടെങ്കിലും രസമല്ലേ, ടേസ്റ്റ് അല്ലേ എന്ന് വിചാരിച്ചിട്ട് കൂടുതൽ ഉള്ളി ആഡ് ചെയ്യരുത്. ഇതിന് കുറച്ച് ആ ഒരു ഉള്ളീൻ്റെ അളവ് മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കൂടിപ്പോയാലും കറീൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയ ഉള്ളീൻ്റെ 4-1 മാത്രമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആ ഒരു ജസ്റ്റ് ഉള്ളീൻ്റെ ഒരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് മാത്രം. അതേപോലെ തന്നെ ഒരു തക്കാളീൻ്റെ 4-1, ഒരു മീഡിയം സൈസിലുള്ള തക്കാളീൻ്റെ 4-1 ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്ന പച്ചമുളകാണ്, ഒരു പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 2 വെളുത്തുള്ളീൻ്റെ അല്ലിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി ഇതൊന്ന് നമുക്ക് മൂടി വെച്ചിട്ട് ഒന്ന് തിളച്ച് വരണം. അത് കഴിയുമ്പോഴാണ് ബാക്കി പരിപാടി ചെയ്യാനുള്ളത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എരിവൊക്കെ കറക്റ്റാണ്, ഉപ്പും കറക്റ്റാണ്, ഉപ്പിനെ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് തിളച്ച് വരട്ടെ. അപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തിളക്കുമ്പോൾ വിചാരിക്കുന്നുണ്ടാവും തേങ്ങാപ്പാലല്ലേ അത് ഇതായി പോകില്ലേ എന്നൊക്കെ, പിരിഞ്ഞു പോലെ, അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ധൈര്യമായിട്ട് ചെയ്തോളൂ. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 4 മുട്ടയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എത്ര മുട്ട എടുക്കാം കേട്ടോ. 5-6 മുട്ടയൊക്കെ ഇതിൽ ഇത് സെയിം അളവിൽ തന്നെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. എന്നിട്ട് ആ മുട്ട ഒഴിച്ചു കൊടുക്കുക. ഈ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മളിത് അനക്കരുത്, അവിടെ തന്നെ വെക്കണം. ഇത് മിക്സാക്കി കൊടുക്കരുത്. അപ്പോഴേ നമുക്ക് ആ ഒരു കറക്റ്റായിട്ടുള്ള ഇതിൽ മുട്ട കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 4 മുട്ട ഒഴിച്ചു കൊടുക്കട്ടെ. 4 സൈഡിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് മൂടി വെച്ചിട്ട് ഇതേപോലെ ഒരു 2 മിനിറ്റ് ആദ്യം നമുക്ക് വേവിച്ചെടുക്കാം. അതിനുശേഷം ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്താൽ മതി. അപ്പോഴത്തേനും ആ മുട്ട ഒന്ന് ഉറക്കും. ആ വെള്ളയും മഞ്ഞയും കൂടി ഒന്ന് കറിയിൽ ഉറക്കണം. എന്നാലേ നമുക്ക് ഓരോ മുട്ടയായിട്ട് സെപ്പറേറ്റ് ആയിട്ട് കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്സ് ചെയ്ത് കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഒരു ബുർജി മിക്സ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു സ്റ്റൈലിലുള്ള മുട്ടക്കറി ആയിരിക്കും കിട്ടുക. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഓരോ മുട്ടയും സെപ്പറേറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ ഇത് ഏകദേശം കണ്ടില്ലേ, ഇപ്പോൾ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ആ വെള്ള കളറും അതേപോലെ തന്നെ മറ്റേ പാട്ടും കൂടി. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്നിനും വേണ്ടിയിട്ടല്ല, ഇളക്കണം നിർബന്ധമൊന്നുമില്ല. നമ്മൾ ഈ ജസ്റ്റ് ആ ഒരു മിക്സ് ആവാൻ വേണ്ടിയിട്ട്, കറിയും എല്ലായിടത്തും മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. കണ്ടോ, ഈ ഒരു ഓംലെറ്റ് പോലെ ആയിരിക്കും ഈ കറി കിടക്കുക. അപ്പോൾ നല്ലോണം ഇങ്ങനെ ഇതാക്കി മിക്സ് ആക്കണ്ട കേട്ടോ. ജസ്റ്റ് അങ്ങനെ ഒന്ന് മിക്സ് ആക്കി കൊടുത്താൽ മതി. പറ്റുകയാണെങ്കിൽ ഒന്ന് ഇതേപോലെ ഈ ഓംലെറ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ മറ്റേ സൈഡും കൂടി നല്ലോണം വെന്ത് കിട്ടിക്കോളും. ഓക്കെ, അപ്പോൾ ഞാനിത് മറിച്ചിട്ടും കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റും കൂടി അപ്പുറത്തെ സൈഡും കൂടി നമുക്ക് വേവിച്ചെടുക്കാം. ഓംലെറ്റ് മറിച്ചിട്ടതിൻ്റെ ഏകദേശം 2 സൈഡും വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടിപൊളി മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ കഴിക്കാൻ. ഈ മുട്ടയ്ക്കും ആ തേങ്ങൻ്റെ അതൊക്കെ മിക്സ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ജസ്റ്റ് ഒരു പരിപാടിയും കൂടി ബാക്കിയുണ്ട്. ഇതിലേക്ക് ഒന്ന് വറുത്തിടാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെക്കുക. അപ്പോൾ കടുക് വറുത്തിടുക. ഈ കടുക് വറുത്തിടണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. മീൻകറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഈ സെയിം വേലാണ് ഉണ്ടാക്കുക. ഇതിലേക്ക് എക്സ്ട്രാ പുളിയും കൂടി ആഡ് ചെയ്യുന്നുള്ളൂ. പക്ഷെ ആ സമയത്ത് കടുകും കറിവേപ്പിൻ്റെ എല്ലാം ഒന്നും വറുത്തിടാറില്ല. ഒന്നുമില്ലാത്ത എണ്ണയൊന്നും യൂസ് ചെയ്യാത്ത മീൻ കറിയാണ് ചെയ്യൽ. അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാത്രം ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഓയിലായാലും കുഴപ്പമൊന്നുമില്ല. ടേസ്റ്റിന് വലിയ അങ്ങനെ മാറ്റമൊന്നും വ്യത്യാസമൊന്നും വരില്ല. ഈ പാത്രം ആകുമ്പോൾ നല്ല സുഖമാണ്. പക്ഷെ എന്താ പറയുക, പെട്ടെന്ന് സൂക്ഷിക്കണം. പെട്ടെന്ന് നമ്മളിങ്ങനെ ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എണ്ണമേൽ തീ പിടിച്ചാൽ ഇതാവും. പിന്നെ അങ്ങനെ എന്തെങ്കിലും എപ്പോഴെങ്കിലും പറ്റുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഒരിക്കലും നമ്മൾ വെള്ളത്തിൻ്റെ അടിയിൽ കൊണ്ടുപോയിട്ട് ഇത് വെള്ളം ഇതിലേക്ക് പൈപ്പിൻ്റെ അടിയിലേറ്റം കൊണ്ടുപോയി വെക്കരുത്. പെട്ടെന്ന് തീ ആളിക്കത്തും. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കടുക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഇപ്പോൾ 1.5 ടീസ്പൂണ് കടുകാണ് എടുത്തിട്ടുള്ളത്. അത് ഈ എണ്ണയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു അല്ലി കറിവേപ്പിൻ്റെ ഇല, ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ. കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മറ്റേ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം.
നമ്മൾ കടും കൂടി താളിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അതേപോലെ തന്നെ ഇപ്പോൾ ഞാൻ കുറച്ച് ടൈറ്റ് ഗ്രേവി ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം ചപ്പാത്തിക്കൊക്കെ അങ്ങനെയാണ് ടേസ്റ്റ്. ഞങ്ങൾക്ക് അങ്ങനെ കുറച്ച് കൂടുതൽ ഞങ്ങൾക്ക് അങ്ങനെയാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ടൈറ്റ് ആക്കിയിട്ട് ചെയ്തു. അല്ല നിങ്ങൾക്ക് കുറച്ച് ലൂസായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിക്കുക. നമ്മൾ ആദ്യം അരപ്പ് തിളപ്പിക്കാൻ വെക്കില്ലേ ആ സമയത്ത് തന്നെ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ട്രൈ ചെയ്യാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ. താങ്ക്